ഇന്നലെ ഈ ചായ സത്കാരത്തിൽ പങ്കെടുത്തിരുന്നോ? ഈ മന്ത്രിമാരൊക്കെ ഇല്ലായിരുന്നു, എല്ലാവരും ബഹിഷ്കരിച്ച് പോയായിരുന്നു തോന്നുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ബഹിഷ്കരണമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ആരെയും നോക്കിയില്ല. ഞാൻ ചായ സൽക്കാരത്തിന് പോകണം. കാരണം ഗവി ഗണേഷ് കുമാറും പിന്നെ രണ്ടുപേരും കടന്നപ്പള്ളിയും ഞങ്ങൾ ഗ്രൂപ്പുകാരാണ് നിയമസഭയ്ക്കകത്ത്. 6 പേരുടെ കൂട്ടത്തിൽ മാത്യു തോമസും ഞങ്ങളൊരു ഗ്രൂപ്പുകാരാണ്. അപ്പോൾ അതിനെ വന്നു സംബന്ധിച്ചു. വളരെ സന്തോഷമായിരുന്നു. ചായ സൽക്കാരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു. ഗവർണറുടെ ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതെ, ഗവർണർ അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഗവർണർ ഉണ്ടായിരുന്നു, ലോകത്തുണ്ടായിരുന്നു. മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളവിടെ പോയത്. പിന്നെ എന്താണ് ഒരു ബഹിഷ്കരണം പെട്ട മുഖ്യമന്ത്രിയൊന്നും പങ്കെടുക്കാതെ പോയിട്ടുണ്ട്, ചായ കുടിക്കാതെ പോയി. അല്ലല്ല, വേറെ ഞാൻ മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ബിസിയായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ അദ്ദേഹത്തോട് ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് കാണണമെന്ന്. അപ്പോൾ ഭയങ്കര ബിസിയാണ്. ഒരു നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തതനുസരിച്ച് പോയെന്നേ ഉള്ളൂ. അല്ല, മറ്റേ ഒരു അസ്വാഭാവികതയില്ല. എന്താ അസ്വാഭാവികത കാണാൻ? ഗവർണറുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? കൂടുതൽ സ്നേഹമായിട്ട് തോന്നി. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ വേദിയിലെ പെരുമാറ്റത്തിൽ ഇല്ല, ഇതിൽ എല്ലാം വളരെ കൂളായിരുന്നല്ലോ. അതിനകത്ത് അങ്ങനെ ഒരു അസ്വാഭാവികതയൊന്നും അതിനകത്തുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൂട്ടായ ഉത്തരവാദിത്വമല്ലേ. പിന്നെ 2 നല്ല മന്ത്രിമാരല്ലേ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗവർണർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. നമ്മൾ ആണോ? അല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. കുട്ടനാട്ടുകാർക്ക് അങ്ങനെ മര്യാദയൊക്കെയല്ലേ വരും, ഒരാൾ വരുമ്പോൾ മുഖത്തൊക്കെ നോക്കില്ല. ഇല്ല, കുട്ടനാട്ടുകാർക്കേ മര്യാദയുള്ളൂ. MLA ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞത്. ആ മര്യാദ ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത്ര പക്വതമായ മറുപടി പറയുന്നത്. തോമസ് കെ തോമസ് ഈ ചായ സത്കാരത്തിൽ പങ്കെടുത്ത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അപൂർവം ചില വ്യക്തികളിൽ ഒരാളെന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം.